നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് തോന്നുന്ന കുറച്ച് നിമിഷങ്ങളില്ലേ, ആ നിമിഷങ്ങളിലേക്ക് വീണ്ടും നമുക്കൊന്നും കൂടി ഒരു ചാൻസ് കിട്ടിയാൽ എന്ത് സന്തോഷമായിരിക്കും അല്ലേ. അതുപോലെ ഒരു യാത്രയ്ക്കൊരുങ്ങിയാണ് ഞാനിന്ന്. ഞാനും മിസ്റ്റർ കാര്യമായിട്ടും ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള ഒരു ലോങ് ഡ്രൈവ് എന്ന് പറയുന്നത് ബാംഗ്ലൂരേക്കാണ്, ബൈ കാർ കേട്ടോ. അപ്പം സെയിം യാത്ര ഞങ്ങളൊന്നും കൂടി പോവാണ്. വീട്ടിൽ നിന്നും ഞങ്ങൾ ബാംഗ്ലൂർ പോവാണ്. ആൻഡ് വൺ ഓഫ് മൈ ഫേവറേറ്റ് റൂട്ടാണത്. ആൻഡ് എത്ര പോയാലും എനിക്ക് മടുക്കത്തില്ല. ഞാൻ റെഡിയായി താഴെ വന്നപ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഇത്. അമ്മയും മോനും കൂടി ഇങ്ങനെ ഒരു നിൽപ്പ്. ഇത് എന്താ ഈ ഉദ്ദേശിക്കുന്നത് മനസ്സിലായി. ഏതോ വണ്ടി കച്ചവടത്ത് നിൽക്കുന്ന പോലെ ഉണ്ട്. 2 സ്കൂട്ടർ, വെളിയിൽ 2 കാറ്, കൂട്ടുകാരൻ്റെ ബൈക്കും കെട്ടിപ്പിടിച്ച് നിൽപ്പുണ്ട്. ഇവിടെ നിന്നാണ് കേട്ടോ ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഞങ്ങളുടെ താന്നിക്കൽ ദേവീക്ഷേത്രമാണ്. ഞാൻ എൻ്റെ നേരത്തെയുള്ള വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ രണ്ടുപേരും ഇവിടെ വന്ന് തൊഴുതിട്ടാണ് കേട്ടോ പോവാറ്. ഞാൻ മിക്കവാറും കാറിലിരിക്കാറാണ് പതിവ്. ഇന്ന് പ്രത്യേകിച്ചൊരു കാരണം കൂടിയുണ്ട്. എനിക്ക് എപ്പോൾ പരിപാടി അവതരിപ്പിച്ചാലും പീരിയഡ്സ് ആയിരിക്കും. ഞാൻ ഇവിടുന്ന് ബാംഗ്ലൂർ എന്ന് ട്രാവൽ ചെയ്തിട്ടുണ്ടോ, അവിടുന്ന് തിരിച്ചെപ്പോൾ വന്നിട്ടുണ്ടോ, എന്തെങ്കിലും ഒരു വള്ളി കൂടെ കാണും. ഒന്നെങ്കിൽ വല്ല പനിയായിരിക്കും, അല്ലെങ്കിൽ വല്ല വയറിളക്കം ആയിരിക്കും, അല്ലെങ്കിൽ പീരിയഡ്സ് ആയിരിക്കും. ഒരുമാതിരി ഒരു സിക്ക് വൈബിലാണ് ഞാൻ എന്നും ബാംഗ്ലൂർ പോകുന്നത്. പക്ഷേ എൻ്റെ എത്ര സിക്കാണെന്ന് പറഞ്ഞാലും ഞാൻ ചിൽ മൂഡായിരിക്കും കേട്ടോ. വണ്ടി കയറി കഴിഞ്ഞാൽ ആദ്യത്തെ ചടങ്ങ് ഇതാണ്. സ്പീക്കർ എടുത്തോ, ലാപ്പ് എടുത്തോ, അതെടുത്തോ, ഇതെടുത്തോ എന്നുള്ള കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ഞങ്ങളൊന്ന് ഉറപ്പ് വരുത്തും എല്ലാം എടുത്തിട്ടുണ്ടല്ലോ അല്ലയോ എന്ന്. ഞങ്ങൾ ഇറങ്ങിയ ലേറ്റായി. എൻ്റെ അച്ഛൻ്റെ ഫോൺ നമ്പറാണ് കേട്ടോ അവൻ ഡാഡി കൂൾ എന്ന് അടിച്ചിട്ടിരിക്കുന്നത്. ഞാൻ ഡാഡി ഗിരിജ എന്നാണ് ഇട്ടത്. അപ്പോൾ അവൻ ആ ഗിരിജ അങ്ങോട്ട് മാറ്റിയിട്ട് ഡാഡി കൂളാക്കി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ ഒരു ഡൗട്ട് വന്നോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്തിനാണ് ഈ പീരിയഡ്സാന്ന് പറഞ്ഞിട്ട് ഭസ്മം ഇട്ടുകൊണ്ടിരിക്കുന്നതെന്നായിരിക്കും. സത്യത്തിൽ അത് ഭസ്മമല്ല കേട്ടോ, അത് ആക്ച്വലി പൗഡറാണ്. ഈ ഒരു ഐഡിയ എനിക്ക് കിട്ടിയത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ആർഷ ബേബിയുടെ കയ്യിൽ നിന്നാണ് കേട്ടോ. ആർഷ ബേബി എന്നല്ല, ആർഷ എസ് കുമാർ എന്നാണ് അവളുടെ ശരിക്കുള്ള പേര്. എൻ്റെ കോളേജിലെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അവൾ ഇതുപോലെയാണ്, നല്ല രസം കാണാൻ. അപ്പോൾ ഇങ്ങനെ ഒരുങ്ങി ജുമുക്കൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതിയിട്ട് ഭസ്മം ഒന്നും കയ്യിലില്ലെങ്കിൽ അവൾ പൗഡർ എടുത്ത് 2 വര കഴുത്തിലും നെറ്റിലും വരച്ചിട്ടാണ് വരുന്നത്. ഈ നഗ്നമായ സത്യം ഞാൻ ഇപ്പോഴാണ് കേട്ടോ വെളിപ്പെടുത്തുന്നത്. ഞങ്ങൾ എരുമേലി കുറ്റിക്കാനം റൂട്ടാണ് കേട്ടോ പോകുന്നത്. എരുമേലി വാവര് പള്ളിയൊക്കെ എത്തി. എനിക്കിന്ന് നല്ല വിശപ്പിൻ്റെ വിളി ഉണ്ടായിരിക്കുന്നു. നേരത്തെ കൂട്ടി ഞാൻ മിസ്റ്റർ കാര്യമായിട്ടിനെ അറിയിച്ചത് കൊണ്ട് ആരും ഇതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു സാധനവുമായിട്ടാണ് ഞാൻ ഇന്ന് യാത്ര ചെയ്യുന്നത്. ഗൈസ്, നിങ്ങളിത് കണ്ടോ? ഇത് ഓൺ ഹൈ ഡിമാൻഡ്. ഇത് നമ്മളുടെ ചക്ക ഉപ്പേരിയാണ്. സൂപ്പർ ചക്ക ഉപ്പേരിയാണ്. ഫ്രം താന്നിക്കൽ ബേക്കേഴ്സ്. നല്ല സൂപ്പർ ചക്ക ഉപ്പേരിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഇന്ന് ബാംഗ്ലൂർ യാത്രക്കിടയിൽ തിന്ന് മരിക്കണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് വാങ്ങിച്ചു തന്ന ചക്ക ഉപ്പേരിയാണ് ഗൈസ്. നമ്മളിത് കഴിക്കാൻ പോവുകയാണ് ഗൈസ്. എൻ്റെ ഫേവറേറ്റ് ആണ് ചക്ക ഉപ്പേരിയും ശർക്കര വരട്ടിയും. എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. നമ്മളത് കഴിക്കാൻ പോവുകയാണ്. നമ്മൾ ഒറ്റയ്ക്ക് കഴിക്കുകയാണ്, ആർക്കും കൊടുക്കുക. ഒറ്റയ്ക്ക് കഴിക്കണം. ഇതാണ് യാത്രക്കിടയിൽ ഡ്രൈവറിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ശല്യപ്പെടുത്താൻ പാടില്ല. അപ്പം ഇങ്ങനെ കൈ നീട്ടാം. ഇങ്ങനെ വന്ന് കൈ നീട്ടുമ്പോൾ നമ്മൾ ഒരെണ്ണം കൊള്ളും. ഞാൻ പറഞ്ഞില്ല കട്ടപ്പനയ്ക്കുള്ള വണ്ടി. നമ്മൾ സാധാരണ രാവിലെ ആയിരുന്നു പോവാറ്. ഇന്ന് കുറച്ച് ലേറ്റായി. ബട്ട് ബൈക്ക് ആണ് പോകുന്നത്. അപ്പം നമ്മൾ മറ്റേ റൂട്ട്, ഏത് റൂട്ടിലായിരുന്നു? തെങ്കാശി റൂട്ടിലായിരുന്നു എപ്പോഴും ലോറിയുള്ള. ഇന്നെന്താ ഭാഗ്യത്തിന് മഴയില്ല. അങ്ങോട്ട് പോകുമ്പോൾ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. നല്ലൊരു ആൽക്കഹോളിക് വെതർ. സ്ഥിരം കാണിക്കുന്ന രസമാണ്. ചക്ക ഉപ്പേരി, മദ്രസേവ, പിന്നെ ഇങ്ങനെ ചീനിയുടെ സാധനം, അതെല്ലാം വെച്ച് നമുക്ക് ഇങ്ങനെ ചെയ്യാം.
വലുതായിപ്പോയി. എൻ്റെ തലകണ്ട് മടുത്തിൽ ഇനി കുറച്ച് നേരം പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഈ റൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോൾ പോയാലും ഭയങ്കര എനർജറ്റിക് ആയിട്ട്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ പീരിയഡ്സ് വൈബ് ആണെങ്കിലും ഞാനിങ്ങനെ ജില്ലെന്ന് നിൽക്കുന്നത് ഈ ഒരു റൂട്ട് പോകുന്നതിൻ്റെ ഒരു ഇഷ്ടം കൂടി കൊണ്ടാണ് കേട്ടോ. നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ AC ഒക്കെ ഓഫ് ചെയ്തിട്ട് രാവിലെ എപ്പോൾ പോകുമ്പോഴും ഇങ്ങനെ ഗ്ലാസ്സൊക്കെ തുറന്നിട്ടിട്ടാണ് പോകുന്നത്. കുറച്ച് നേരം പ്രകൃതി ഭംഗിയും എൻ്റെ തലയും കൂടെ നിങ്ങൾ ആസ്വദിക്കും. കുറ്റിക്കാനം എത്തി കേട്ടോ. കുറ്റിക്കാനത്തിന് മുന്നേ ഉള്ള വാട്ടർഫോളാണ് നമ്മൾ കണ്ടത്. പണ്ടൊക്കെ ഞങ്ങൾ എപ്പോഴും നിർത്തി ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു ആദ്യമൊക്കെ പോകുമ്പോൾ. പക്ഷേ ഇപ്പോൾ നമ്മളിങ്ങനെ കണ്ട് വളരെ എന്താ പറയുക, പുതുമ ഫീലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഇത് മെറീൻ കോളേജാണ് കേട്ടോ. മെറീൻ കോളേജ് നല്ല രസമല്ലേ കാണാൻ. ഈ കോളേജ് പഠിക്കുന്നവർക്ക് എന്തൊരു വ്യൂ ആയിരിക്കും എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ. ഇത് രസമാണ്. ഞാൻ പിന്നെ കുറച്ച് നേരം ഇങ്ങനെ സ്ഥിരം ഉള്ള നമ്മുടെ ഏജവാനി ഹേദിവാനി വൈബൊക്കെ അടിച്ച് ഇങ്ങനെ പോയി. നല്ല രസമാണ്. തണുത്ത കാറ്റത്തിങ്ങനെ കൈയൊക്കെ ആക്കി ഇങ്ങനെ പോകാൻ. എതിരെ വണ്ടിയൊന്നും വന്നില്ലെങ്കിൽ കൊള്ളാം. അപ്പം നമുക്ക് കൈയും തലയും എല്ലാം അവിടെ തന്നെ കാണും. പാട്ടൊക്കെ കേട്ടിങ്ങനെ വൈബടിച്ച് പോകാൻ ഭയങ്കര രസമാണ് കേട്ടോ ഈ റൂട്ട്. ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം എന്നിട്ട് പാട്ടൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ദിലീപും കാർത്തിക് സൂര്യയും തമ്മിലുള്ള ഒരു ഇൻ്റർവ്യൂ ഞങ്ങൾ കുറച്ച് നേരം പോഡ്കാസ്റ്റ് കേട്ടു. അതായിരുന്നു ഞങ്ങൾ ഓൾമോസ്റ്റ് അത് കഴിയുന്നിടം വരെ കേട്ടു. ഓരോ വട്ടവും ഇതിലേ പോകുമ്പോൾ ഓരോ ഭംഗിയാണ് കേട്ടോ. നമ്മൾ പറയാറില്ലേ, കാശ്മീരിന് ഓരോ സീസണിലും ഓരോ ഭംഗിയാണ്. അതുപോലെയാണ് കേട്ടോ ഈ തേയിലത്തോട്ടങ്ങളൊക്കെ കാണുമ്പോൾ മഴയത്തും വെയിലത്തും ആ ഒരു മിസ്റ്റ് ഉള്ളപ്പോഴൊക്കെ പല ഭംഗിയാണ് കേട്ടോ. ഏതായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് ഞങ്ങളുടെ സ്ഥിരം ഹോൾട്ടിംഗ് സ്പേസ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ 2 കോഫിയൊക്കെ കുടിച്ചിട്ട് പോകാറ്. ഇവിടെ നിന്ന് ഞങ്ങൾ ഗ്രീൻ ടീയുടെ ലീവ്സൊക്കെ ബാംഗ്ലൂരിൽ നിൽക്കുമ്പോഴും അതുപോലെ തന്നെ തേയിലപ്പൊടി അതൊക്കെ നമ്മൾ വീട്ടിലേക്ക് വാങ്ങിക്കുന്നു. അങ്ങനെയൊക്കെ ഞങ്ങൾ വാങ്ങിക്കുന്ന സ്ഥിരം സ്ഥലമാണത്. ഇവിടെ നിന്ന് ഞങ്ങളൊരു ബ്ലാക്ക് കോഫിയൊക്കെ അടിച്ചു. ഒരു തമിഴൻ ഒരു അപ്പൂപ്പൻ്റെ പാട്ടൊക്കെ വെച്ചൊരു വൈബ് വെച്ചൊരു കുഞ്ഞു കടയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ഞങ്ങളൊരു ബ്ലാക്ക് കോഫിയൊക്കെ അടിച്ചു. അത് കഴിഞ്ഞ് ഇവിടുത്തെ ഒരു പ്രത്യേക ഒരു ടോയ്ലറ്റ് സ്പേസിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. എൻ്റെ പൊന്നളിയ, സാധാരണ പോകുമ്പോൾ കുറച്ചൊക്കെ ഒരു നീറ്റ്നെസ്സൊക്കെ ഉള്ളതായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് പീരീഡ്സും കൂടി ആയതുകൊണ്ട് എൻ്റെ ജീവിതം വെറുത്ത് ഞാനങ്ങ് ഭൂമി കുഴിച്ച് താഴോട്ട് പോയാലോ എന്ന് വരെ തോന്നുന്ന രീതിയിലാണ് ഞാൻ ഒരുമാതിരി പ്ലിങ്കിതപ്പെട്ടാണ് ഞാനിപ്പോൾ കാറ് കയറിയിരിക്കുന്നത്. പിന്നെയും ഓർത്തിട്ട് വയ്യ. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ടോയ്ലറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. നമുക്കിങ്ങനെ ഗതി കെട്ടിട്ട് അവിടെ ഒന്നും പെട്രോൾ പമ്പൊന്നും ഇല്ല എന്നൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ വരുമ്പം എന്തായാലും പോയല്ലേ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഗേൾസിന് എസ്പെഷ്യലി ഇങ്ങനെയൊക്കെ ഇരിക്കുന്നൊരു സാഹചര്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഞങ്ങൾ യാത്ര തുടരുകയാണ് കേട്ടോ. സത്യത്തിൽ എൻ്റെ ഈ അവസ്ഥ കാണുമ്പോൾ മിസ്റ്റക്കാരായിട്ട് ഇങ്ങനൊരു സിമ്പതി ഫീൽ തന്നെ ഇങ്ങനൊരു നോട്ടമുണ്ട് കേട്ടോ. അത് കാണാൻ നല്ല രസമാണ്. അങ്ങനെ ഞങ്ങൾ ബോർഡർ എത്തി കമ്പം തേനി റൂട്ടിലേക്ക് കയറാൻ പോവുകയാണ്. വൈബാണ് കേട്ടോ. ഞാൻ ഈ ചെറിയ കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ് കേട്ടോ. കാരണം ലിറ്റിൽ തിങ്സ് മേക്സ് മീ വെരി ഹാപ്പി. ഒരു ബീച്ചിൽ പോയി ഒന്ന് കാല് നനച്ചാലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ യാത്രകൾ പോയാലോ ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഐ ഫീൽ സോ ഗ്രേറ്റ്ഫുൾ. കാരണം നമുക്ക് ഈ കണ്ണും മൂക്കും ചെവിയൊക്കെ കിട്ടിയതുകൊണ്ടുണ്ടല്ലേ നമുക്ക് ഈ ഇലകൾക്കൊക്കെ പച്ച നിറമാണെന്നും പൂക്കൾക്കൊക്കെ ഇത്രയും കളേഴ്സ് ഉണ്ടെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ അനുഭവിക്കാൻ പറ്റുന്നത്. അത് തന്നെ ഒരു ഭാഗ്യമല്ലേ എന്ന് തോന്നാറുണ്ട്. എൻ്റെ ഈ കുരുത്തക്കേടുകളും അല്ലെങ്കിൽ എൻ്റെ ഒരു വൈബ് കളിയാക്കൽ ചിരി തമാശയൊക്കെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, 30 വയസ്സാവാറായില്ലേ അല്ലെങ്കിൽ ഇത്രയും ഏജ് ആയില്ലേ, നല്ല പ്രായമായില്ലേ എന്നൊക്കെ ചോദിക്കായിരിക്കും. പക്ഷേ ഐ ഫീൽ ലൈക്ക് നമ്മുടെ ഉള്ളിലുള്ള ഇന്നർ ചൈൽഡ് ഒരിക്കലും നമ്മൾ കൊല്ലരുത് എന്നാണ് ഞാൻ പറയാറ്. എത്ര പ്രായമായി ഇനിയിപ്പം കുഴിയിലോട്ട് കാലും നീട്ടിയിരിക്കുകയാണെങ്കിലും നമ്മൾ നമ്മുടെ വൈബ് കളയരുതെന്നാണ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് കേട്ടോ. വേറൊരാളെ എന്തിനാ കുറ്റം പറയുന്നത്? എന്നെപ്പോലെ കുറേ വാഴകൾ ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ റൂട്ടിൽ. തമിഴ്നാട് എത്തി എന്നുള്ളതിൻ്റെ ഒരു സിമ്പലാണ് ആ മതിലിൽ തമിഴിൽ മാത്രം കുറേ എന്തൊക്കെയോ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്നത്. സത്യത്തിൽ ഐ റെസ്പെക്ട് ദം. ബിക്കോസ് അവരുടെ ലാംഗ്വേജിനെ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടല്ലേ. നമ്മളൊക്കെയാണ് ഇങ്ങനെ ഇംഗ്ലീഷിലും മലയാളത്തിലും അവിടെ ഇവിടെയൊക്കെ എഴുതി വെക്കുന്നത്. ഈ റൂട്ട് പോയോ മിസ്റ്റർ കാര്യമായിട്ടിനറിയാം, ഒരു ചടങ്ങാണ് ഗ്രേപ്സ് വാങ്ങിക്കുന്നത്. കാരണം എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി, എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട് ഗ്രേപ്സ് ആണ്. എനിക്ക് ആ കളറ് കൊണ്ടിട്ടാണോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്. പക്ഷെ അറിയത്തില്ല, എനിക്ക് കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഈ മുന്തിരി വാങ്ങിക്കുമ്പോൾ അങ്ങനെ കഴിച്ചു നോക്കുന്നത് അത്ര ഫീസിബിൾ അല്ല എന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഈ പുളിയും മധുരമൊക്കെ ഇങ്ങനെ മാറി നമുക്ക് പണി കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് കഴിച്ചു വാങ്ങിക്കുന്നത് കേട്ടോ. പക്ഷേ എൻ്റെ ഉള്ളിലുള്ള OCD കൊണ്ടിങ്ങനെ ആ വെള്ള കളറുള്ള സംഭവം കാണുമ്പോൾ എനിക്കറിയാം മരുന്നടിച്ചതായിരിക്കും, ചത്തുപോകുന്നൊക്കെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നും കേട്ടോ. അങ്ങനെ അതിനെ ഇങ്ങനെ തൂത്ത് കഴുകിയൊക്കെ എടുത്തിട്ടാണ് ഞാനൊന്ന് കഴിച്ച് തന്നെ നോക്കുന്നത്. തമിഴ്നാട് കയറിയാൽ കാണാൻ പറ്റുന്ന കാഴ്ചകൾ എനിക്ക് പെട്ടെന്ന് കല്യാണരാമനകത്ത് റീത്തും വെച്ചുകൊണ്ട് ദിലീപ് വരുന്ന സീനാണ് കേട്ടോ ഓർമ്മ വന്നത്.
നോർമലി പുറമേ ഒരു ചൊല്ലുണ്ടല്ലോ, ഈ പീരിയഡ്സ് ആകുമ്പോൾ പെണ്ണുങ്ങൾ ഭദ്രകാളിയാവും എന്നൊക്കെ. അപ്പം ഈ വിശപ്പിൻ്റെ വെളിയും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കുമല്ലോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അദ്ദേഹം എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, വിശക്കുന്നു എന്ന്. അങ്ങനെ പിന്നെ ഞാൻ പ്ലാൻ ചെയ്തു നമുക്ക് ഡിണ്ടിഗൽ എത്തിയിട്ട് തലപ്പാക്കട്ടി ബിരിയാണി അങ്ങോട്ട് ട്രൈ ചെയ്യാമെന്ന്. കഴിച്ചിട്ടുണ്ട് നേരത്തെ ഞങ്ങൾ ട്രിച്ചിയിൽ നിന്നൊക്കെ. എനിക്ക് ട്രിച്ചിയിൽ തലപ്പാക്കട്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഡിണ്ടിഗൽ എത്തിയപ്പം അതിൻ്റെ മെയിൻ സ്പോട്ടിൽ നിന്ന് തന്നെ അങ്ങ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഡിണ്ടിഗൽ എത്തി. കറക്റ്റ് ടൈം ആയപ്പോൾ ഞങ്ങൾ ഡിണ്ടിഗൽ എത്തി. ദിസ് ഈസ് മൈ ക്യൂട്ടി പൈ ശിവൻ. എൻ്റെ ഫേവറേറ്റ് ഗോഡാണ് കേട്ടോ ശിവൻ. ഐ ലവ് ദിസ്. ഡിണ്ടിഗൽ തലപ്പാക്കട്ടിക്കാർ സ്വാഗതം ചെയ്യുന്നു. ഇത് ഇവിടുത്തെ മെയിൻ ബ്രാഞ്ചാണ്. ഐ ജസ്റ്റ് ലവ് ദിസ് ബിരിയാണി. സെറ്റപ്പാണല്ലോ ഇവിടെ. ഈ വീഡിയോ കണ്ടപ്പോൾ ഞാനും വിചാരിച്ചത് മുടി കളർ ചെയ്തേക്കുന്നു. പിന്നെ മനസ്സിലായി എൻ്റെ ലിപ്സ്റ്റിക്കാണ് ഗൈസ്. അതിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്ന് അറിയില്ല. എന്തായാലും ഞങ്ങൾ കഴിക്കാൻ കയറാണ് കേട്ടോ. സിൻസ് 1957 ഫ്രണ്ടിൽ ഇങ്ങനെ കോലമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. തമിഴ്നാട്ടുകാർ ഭയങ്കര സംഭവം അല്ലേ. മുന്നേ നടന്നുപോയ ചേട്ടൻ്റെ കയ്യിലിരുന്ന ബക്കറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് ബിരിയാണി ബക്കറ്റാണ് കേട്ടോ. ഇത് മെയിൻ ബ്രാഞ്ച് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ വലുതാണ് കേട്ടോ. ഈ കോല അത്ര വലിയ കോലമൊന്നും ഇല്ലെങ്കിലും കൊള്ളാം, കുഴപ്പമില്ല. ഇവിടെ കുറേ അധികം ഡ്രിങ്ക്സ് ഉണ്ട് കേട്ടോ, വെറൈറ്റി സാധനങ്ങൾ. അതും എനിക്ക് ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് ഞാൻ ബിരിയാണിയുടെ കൂടെ ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന സാധനമാണ് ഈ മട്ടൻ കോല ഉരുണ്ടൈ. ആ സാധനം അതും പിന്നെ ഒരു ചിക്കൻ മുളക് സൂപ്പും നമ്മൾ ആദ്യം പറഞ്ഞു. എനിക്ക് പീരിയഡ്സ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പം ഞാൻ പറഞ്ഞില്ലേ മിസ്റ്റർ കാര്യമായിട്ടിന് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പിന്നെയും ഫുഡൊക്കെ വാങ്ങിച്ചു തന്നിങ്ങനെ പ്ലീസ് ചെയ്ത് കഴിച്ചട കുട്ടാ, നീ ഇനിയും കഴിക്കടാ, കഴിക്ക് എന്നൊക്കെ വേണമെങ്കിൽ എന്നെ തീറ്റിപ്പിച്ചിട്ട് ഇങ്ങനെ സന്തോഷമായിട്ട് ഇരുന്നാൽ മതി, അങ്ങനെ അങ്ങ് കണ്ടാൽ മതി എന്നൊക്കെ ഒരു ഫീലാണ് കേട്ടോ. മട്ടൻ കോല ഉരുണ്ടായി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് 2 എണ്ണം കഴിച്ചിട്ട് തന്നെ നെക്സ്റ്റ് ഒരെണ്ണം കൂടി കഴിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെയും പകുതി കുറച്ച് കെഞ്ചി ഞാൻ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തതാണ് ഈ പച്ചമാങ്ങയുടെ സംഭവം, ജീരകത്തിൻ്റെ സോഡയും. രണ്ടും സോഡയാണ്. ഞാനിങ്ങനെ അത് വേണോ ഇത് വേണോ എന്നൊക്കെ ഇങ്ങനെ ചൂസ് ചെയ്തിട്ട് ലാസ്റ്റ് ജീരകം തന്നെ എടുത്തു. കാരണം ബ്ലോട്ടിങ്ങിനും അങ്ങനെയുള്ളൊരു പീരിയഡ്സിൻ്റെ ഒരു ഇറിറ്റേഷൻസിനും ഒക്കെ നല്ലതാണ് ജീരകം, വയറിന് നല്ലതാണ്. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഡോക്ടർ മാളവിക, ഡോക്ടർ മുക്തിദ ആയുർവേദ പുറത്തിറങ്ങിയതാണ്. ഞാൻ ഇങ്ങനെയുള്ള സമയമൊക്കെ ഭയങ്കര ശ്രദ്ധിക്കുന്നതാണ്. ശ്രദ്ധിക്കുന്നല്ല, എൻ്റെ കണ്ണിൽ പെടും. അത് ആക്ച്വലി ഒരു ലക്കാണെന്നൊക്കെയാണ് എല്ലാവരുടെയും വിശ്വാസം. സോ അങ്ങനെ നമ്മളിങ്ങനെ മലകളൊക്കെ താണ്ടി ഇങ്ങനെ യാത്ര തുടരുകയാണ്. അതിൻ്റെ ഇടയിലാണ് അടുത്തൊരു കാഴ്ച കണ്ടത്, ലുട്ടാപ്പിസേട്ടൻ. ഈ ലുട്ടാപ്പിസേട്ടന്മാരെ ഞങ്ങളുടെ സ്ഥിരം റൂട്ടിൽ നമ്മുടെ കാറിൻ്റെ ഫ്രണ്ടിൽ വരാറുണ്ട് കേട്ടോ. ഇതിൻ്റെ പിന്നിലൊരു കോമഡി ഉണ്ട് കേട്ടോ. ഞങ്ങൾ പണ്ട് വിചാരിച്ചിരുന്നത് ഇത് എയ്റോപ്ലെയിൻ്റെ വിങ്സ് ആണ് ഈ കൊണ്ടുവന്നത് ലോറിക്കകത്ത് ബാംഗ്ലൂർ എയർപോർട്ട് വരെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. പിന്നീടാണ് ഇത് വിൻഡ് മില്ലിൻ്റെ പാർട്സ് ആണെന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായത്. എൻ്റെ എനർജിയൊക്കെ ഓൾമോസ്റ്റ് ഡ്രെയിൻ ഔട്ടായി തുടങ്ങിയപ്പോൾ ഞാൻ ഒന്ന് മയങ്ങി കേട്ടോ. അങ്ങനെ മയക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ എണീറ്റു. ഒരു റോസ് മിൽക്കും കുറച്ച് ഓണിയൻ ഡ്രിങ്ക്സും കഴിക്കുകയാണ്. അവനൊരു കോഫി എന്തുവാണ് കുടിച്ചത്. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്നും കൂടി വാഷ്റൂമിലൊക്കെ പോയി. ഇത് ആക്ച്വലി നമ്മൾ സ്ഥിരം ഇറങ്ങാറുള്ളൊരു സ്ഥലമാണ് A2Bൻ്റെ അടുത്ത്. അവിടെ ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി ഞങ്ങൾ വീണ്ടും ഒന്ന് ടച്ചപ്പൊക്കെ ചെയ്ത് ഞാനിങ്ങനെ ഫ്രഷ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഉറക്കം ഒന്ന് കഴിഞ്ഞതിൻ്റെ ഒരു വൈബാണോ അതോ മൂഡ് സ്വിങ്സ് ആണോ പീരിയഡ്സിൻ്റെ ആണോ ഒന്നും അറിയില്ല. ഞാനിങ്ങനെ പയ്യെ പല എക്സ്പ്രഷൻ ഇട്ട് ഞാൻ നാഗവല്ലിയായി മാറുന്നുണ്ടോ എന്ന് എനിക്ക് തന്നെ ഇങ്ങനെ തോന്നുന്നുണ്ട്. കണ്ണൊക്കെ തള്ളി ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയത്തില്ല. അതാ എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് മൂടൊക്കെ മാറി ജൽജിലായി കേട്ടോ. കാരണം നിങ്ങളോട് പറയാൻ ഒരു കഥ ബാക്കിയുണ്ട്. ഞാൻ ഈ വ്ലോഗിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ലേ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു യാത്ര എനിക്ക് തിരിച്ചു കിട്ടിയ ഫീലാണെന്ന്. അതിന് കാരണം വേറെ ഒന്നുമില്ല കേട്ടോ. കാരണം ഞങ്ങൾ ബാംഗ്ലൂരിൽ കല്യാണം കഴിഞ്ഞ ഉടനെ ഷിഫ്റ്റ് ആയവരാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഒരു ക്രിയേറ്റ് ചെയ്തൊരു സ്വർഗ്ഗമുണ്ടായിരുന്നു, നാമിടം എന്ന് പറഞ്ഞൊരു സ്വർഗ്ഗം. അവിടെ എൻ്റേതായ കിച്ചൺ, ഞങ്ങളുടെ റൂം എല്ലാം ഞാൻ ഡെക്കറേറ്റ് ചെയ്തൊരു സ്പെഷ്യൽ ഫീലായിരുന്നു എനിക്ക് ബാംഗ്ലൂർ. അപ്പോൾ അവിടെ നിന്നും പെട്ടെന്ന് ഞാൻ കൊച്ചിയിലേക്ക് ജോബായി ഷിഫ്റ്റ് ആയപ്പോഴത്തേക്കും വേഗം വരേണ്ടി വന്നു. കാരണം അൺപ്ലാൻഡ് ആയിട്ടാണ് ഞാൻ നാട്ടിൽ വേറൊരു എക്സാമിന് വന്ന ടൈമിൽ, അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ നിൽക്കുന്ന ടൈമിലാണ് പെട്ടെന്ന് ഞാൻ മാറേണ്ടി വന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് പെട്ടെന്ന് ഇതെല്ലാം വെക്കേറ്റ് ചെയ്ത് അവൻ്റെ കൂടെ തിരിച്ചു വരാൻ പറ്റിയില്ല. അവസാനമായിട്ട് അതൊന്നും കാണാനും അവിടെ നിന്നൊന്ന് ഒരു ബൈ പറഞ്ഞ് ഇറങ്ങാനൊന്നും പറ്റാത്തൊരു സങ്കടം ഉണ്ടല്ലോ. അത് എത്ര പേർക്ക് അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. എസ്പെഷ്യലി എനിക്ക് മിസ് ചെയ്തിരുന്നത് ഈ ഒരു ലോങ് ഡ്രൈവാണ് കേട്ടോ. ഞങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്നതും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിരുന്നതും വലിയ അന്താരാഷ്ട്ര കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നതൊക്കെ ഈ ഒരു ഡ്രൈവിലാണ്. സോ ഇറ്റ്സ് മൈ പേഴ്സണൽ ഫേവറേറ്റ്. ഇല്ലടാ, മറിച്ച് വിറ്റ് ആക്രിക്ക് വിറ്റ് പെണ്ണിന് വരെ എഞ്ചിനെ പ്രണയിച്ചോ.
ആണുങ്ങൾ വീഡിയോ മെയിൻ ഫോക്കസ് ആണ്. പുതിയത് ഇന്നത്തെ അവനെ ആ പാട്ടിട്ട് അടിച്ച് രാവിലെ 5 മണിക്ക് ഉറക്കത്തിൽ നിന്ന് എണീറ്റത് വാച്ച് മൈ റേറ്റിംഗ് 5.5. 5.5. പെണ്ണിനെ കൊണ്ട് തരാമെന്ന് പറഞ്ഞ് പോയാണ് അവൻ എന്നെ ബ്ലോക്ക്. എൻ്റെ പൊന്നളിയ ശ്രീവിനായകൻ പോണ പോക്ക് കണ്ടോ. ഇതേതോ ഒരു അണ്ണൻ, ഇതവിടെയുള്ള കാമരാഷ്ട്രീയട്ടോ. ഞങ്ങളങ്ങനെ അവൻ്റെ ഫ്രണ്ട് സെൽവ പറഞ്ഞ വഴിയിൽ ട്രാഫിക് ഒന്നും കുറവായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കയറിയതാണ് കേട്ടോ. ഒടുക്കത്തെ ട്രാഫിക്കായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഹൈവേയിലെത്തി. സൺ ഇങ്ങനെ സെറ്റ് ചെയ്യാനൊരുങ്ങുന്നു. ടൈം ഇപ്പം തന്നെ 6:30 ആട്ടോ. അങ്ങനെ കിങ്ങിണിക്കാറ്റ് നമ്മുടെ മല്ലു സിംഗിലെ പാട്ടൊക്കെ ഇട്ടപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഓണായിട്ട് ഇങ്ങനെ തന്നെ പാട്ടൊക്കെ പാടി ചില്ല് ചെയ്യാണ്. ഇഷ്ടക്കാരായിട്ട് ഇങ്ങനെ ക്യാമറ കാണുമ്പോൾ ഒരു ചമ്മല കേട്ടോ. പെട്ടെന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നവനങ്ങ് മാറി. ഞങ്ങളിപ്പോൾ കാറിൽ പോകുമ്പോൾ ഒരു പില്ലോ എടുത്ത് വെക്കും കേട്ടോ. ബിക്കോസ് എപ്പോഴും മിക്കവാറും ലോങ് ഡ്രൈവ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഒരു കംഫർട്ടിന് ഒരു പില്ലോ എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ ആ പില്ലോ ഒക്കെ വെച്ച് കറക്റ്റ് സമയത്ത് എനിക്ക് ഉപകാരപ്പെട്ടു. ലാവിഷായിട്ടിരുന്ന് ഡാൻസൊക്കെ കളിക്കുന്നു. ഇപ്പം നിങ്ങൾ കണ്ടോണേ, മെയിനാവാൻ പോയതാ. ഫോൺ എല്ലാം കൂടി താഴെ തള്ളി വീഴുന്നതാണ്. ഓക്കേ, എന്തോ ഭാഗ്യത്തിന് എനിക്ക് വഴക്കൊന്നും കിട്ടിയില്ല. അങ്ങനെ ലേറ്റായി, രാത്രി ആയിക്കൊണ്ടിരിക്കുന്നു. പളനി സെറ്റപ്പ് പോലത്തെ ഒരു സെറ്റപ്പാണ് ഇപ്പോൾ കണ്ടത്. ഈ കടയാണ് ഞങ്ങൾ റോയൽ ഓക്കിന് പകരം റോയൽ ഊക്ക് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ നമ്മൾ കർണാടക തമിഴ്നാട് ബോർഡറാണ് കേട്ടോ. ഞങ്ങൾ അവിടെ ആയിരുന്നു സ്റ്റേ ചെയ്യുന്നത്. ഇലക്ട്രോണിക് സിറ്റിക്ക് അടുത്ത് ബൊമ്മസാന്ദ്ര കാജയാഗ്രഹള്ളി, അതായിരുന്നു ഞങ്ങളുടെ സ്ഥലം. ഇത് ഞങ്ങളുടെ ബ്രിഗേഡിൻ്റെ ടവർ. എനിക്ക് ഈ സ്ഥലമൊക്കെ നമ്മുടെ സ്വന്തം സ്ഥലം പോലെയാണ്. ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതിലെ പാസ് ചെയ്തപ്പോൾ. ഞങ്ങൾ ഇന്ന് അവിടെയല്ല, ബിക്കോസ് ഞങ്ങൾ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്താണ് നാട്ടിലേക്ക് തിരിച്ചു പോയത്. ഇത് ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്നത് ഐക്കൺ ഹണി പൂളായിരുന്നു കേട്ടോ, കാജയാഗ്രഹള്ളിയിലുള്ളത്. ഇതൊക്കെ നമ്മുടെ സ്വന്തം സ്ഥലമാണ്. ഈ ഹോട്ടൽസൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല എപ്പോഴും, എനിക്ക് ഹോട്ടൽസാണ് കേട്ടോ മെയിൻ. ഇത് എൻ്റെ ഫേവറേറ്റ് നന്ദന പാലസ്. ഇവിടെ നമ്മൾ ആനിവേഴ്സറി അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളിവിടെ വന്ന് ഫുഡ് കഴിക്കാറുണ്ട്. സൂപ്പർ ഫുഡാണ്. കുറച്ച് അത്യാവശ്യം ഒരു റിച്ച് സെറ്റപ്പാണ്. ആൻഡ് അവിടുത്തെ ബിരിയാണിയൊക്കെ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു. പിന്നെ ഇത് നാരായണ ഹൃദയാലയ ഹോസ്പിറ്റലാണ്, കാർഡിയക് സ്പെഷ്യൽ ഹോസ്പിറ്റലാണ്. അത്യാവശ്യം ഫേമസ് ഹോസ്പിറ്റലാണ്. അത് കഴിഞ്ഞ് ഇതെൻ്റെ ഒരു ഫേവറേറ്റ്. ഇത് ആക്ച്വലി കോണ്ടിനെൻ്റലോ ടയറിൻ്റെ എന്തോ ഒരു കമ്പനിയുടെ ആണ് കേട്ടോ. ഇതെനിക്ക് ഈ ലൈറ്റ് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ അവിടെ പുതിയൊരു മോള് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഞാൻ വെസ്റ്റ് സൈഡിൽ വന്നു. എനിക്ക് ഒരു ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. ഞാൻ ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്ത് നോക്കി. ഞാൻ ആദ്യമായിട്ടാണ് ലൈഫിൽ ആദ്യം ഇട്ടുന്ന ഡ്രസ്സ് തന്നെ അങ്ങ് സെലക്ട് ചെയ്തിട്ട് പോകുന്നത്. ഇത് ഞാൻ സെക്കൻഡ് ട്രയൽ ചെയ്തത്, പക്ഷേ എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ വെസ്റ്റ് സൈഡിൽ നിന്ന് തിരിച്ചിറങ്ങി. നമുക്ക് ആക്ച്വലി നെക്സ്റ്റ് ഡേ ഒരു ഹൈദരാബാദ് ട്രിപ്പ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് മുന്നേ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു അപ്പാർട്ട്മെൻറ്റിലോട്ടാണ് കേട്ടോ ആദ്യം പോകുന്നത്. അവിടുന്ന് പിന്നെ നെക്സ്റ്റ് അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സെൽവയുണ്ട്. സെൽവയുടെ ഫ്ലാറ്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. ബാംഗ്ലൂർ വന്നാൽ അറിയാമല്ലോ, ബാംഗ്ലൂരിലെ മെയിൻ ട്രാഫിക്കാണ് ഏറ്റവും ഹൈലൈറ്റ്. അപ്പോൾ തന്നെ ഞങ്ങൾ അത്യാവശ്യം നല്ല ടയേർഡായിട്ടുണ്ട് ഈ ഒരു ലോങ് ഡ്രൈവ് വന്നുകൊണ്ട്. പക്ഷേ അത്യാവശ്യം നമ്മുടെ കാർ ആയതുകൊണ്ട് അങ്ങനെ ക്ഷീണിക്കാറില്ല. പിന്നെ ഞങ്ങൾ ഇപ്രാവശ്യം കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങിയതും, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫ്രണ്ടിൻ്റെ അടുത്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. സെൽവ നമ്മളെ അവിടെ പിക്ക് ചെയ്യാൻ വന്നു. എന്നിട്ട് നമ്മൾ ഫുഡ് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പാർക്കിങ്ങിൽ തന്നെ ഇരുന്ന് ഞാൻ ഫുൾ ഉറങ്ങിപ്പോയി. ഒരു 1 ഹവറെങ്കിലും ലേറ്റായി. നമ്മുടെ ബാംഗ്ലൂരെത്തി. സെൽവയുടെ ഫ്ലാറ്റിലാണ്. സെൽവ ഇസ് മിസ്റ്റർ കരേറിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവരൊരുമിച്ച് MBA ഒക്കെ ചെയ്തതാണ്. അപ്പോൾ സെൽവയുടെ ആൻറ്റിയുടെ ഫ്ലാറ്റായിരുന്നു ഇത്. നമ്മൾ പണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് ഇതുപോലെ ആൻറ്റി നമുക്ക് വിരുന്നൊക്കെ തന്ന് ഞങ്ങൾ ഒരു വട്ടം വന്നിട്ടുണ്ട്. അപ്പം ഇനിയൊരു നെക്സ്റ്റ് വ്ളോഗിൽ കാണുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.